ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ യാത്ര കൊട്ടാരക്കരയിലെ ഒരു ക്ഷേത്രത്തിലേക്കാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 3000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണിത്. അവിടേക്ക് കയറിപ്പോകുന്ന കൽപ്പടവുകളാണിത്. ഇത് എത്ര എണ്ണം ഉണ്ടെന്ന് ഞങ്ങൾ എണ്ണി നോക്കിയില്ല. എന്തായാലും ഈ പടിക്കെട്ടുകൾ കയറി മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ ഈ പടിക്കെട്ടുകളല്ലാതെ മറ്റൊരു വഴി കൂടിയുണ്ട്, വാഹനങ്ങൾ എത്തുന്ന വേറൊരു വഴി. ആ വഴിയും നിങ്ങൾക്ക് ഈ ക്ഷേത്രത്തിന് മുമ്പിൽ എത്തിച്ചേരാം. ഏകദേശം 200ഓളം പടികൾ ഉണ്ടാകുമെന്നാണ് തോന്നുന്നത്. ഈ പടിക്കെട്ടിൻ്റെ മുകളിലെത്തി ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ അതിമനോഹരമായ ദൃശ്യങ്ങളാണ് കാണുന്നത്. മയിലിൻ്റെ സൗണ്ടൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കേൾക്കാൻ സാധിക്കും. ഇവിടെ മയിലൊക്കെ ഉണ്ടെന്നാണ് അറിഞ്ഞത്. എന്തായാലും ഈ പടിക്കെട്ടുകൾ കയറി മുകളിലെത്തിയ ഉടനെ വീണ്ടും ഞങ്ങൾ ഒരു വലിയ പടിക്കെട്ട് കണ്ടു. ഈ പടിക്കെട്ടിൻ്റെ മുകളിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഒരു വലിയ പാറയിലാണ് ഈ ക്ഷേത്രം, ശ്രീ ഭൂതനാഥ ക്ഷേത്രം. ഇത് നെടുവത്തൂരിൽ നിന്നും കോട്ടാത്തലയ്ക്ക് പോകുന്ന വഴിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം ഹൈവേയിൽ നിന്നും 7ഓളം കിലോമീറ്റർ നെടുവത്തൂരിൽ നിന്ന് ഇടതേക്ക് യാത്ര ചെയ്താൽ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാം. ക്ഷേത്രത്തിൻ്റെ പടിക്കെട്ടുകൾ കയറി ഞങ്ങൾ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത ഈ പടിക്കെട്ട് കയറിപ്പോകുന്ന വഴി തിരിച്ച് ഇറങ്ങി വരാൻ പാടില്ല എന്നുള്ളതാണ്. ഇവിടെ പ്രധാന പ്രതിഷ്ഠ ധർമ്മശാസ്താവും പൂർണ്ണയും പുഷ്കലയും ചേർന്ന ഒരു പ്രതിഷ്ഠയും, ധർമ്മശാസ്താവിൻ്റെ പത്നിമാരാണ് പൂർണ്ണയും പുഷ്കലയും. മഹാദേവന് തുല്യ പ്രാധാന്യം കൊടുത്തിരിക്കുന്ന ഒരു തുറസായ പ്രതിഷ്ഠയും ഇവിടെയുണ്ട്. എന്തായാലും ഈ ക്ഷേത്രത്തിൻ്റെ പടിക്കെട്ടിന് മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ കൊട്ടാരക്കരയുടെ ഒരു വിശാല ദൃശ്യം തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഈ പടിക്കെട്ടുകൾ കയറി ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊരു 18-ാം പടി സങ്കല്പത്തിലേക്കാണ് എത്തിച്ചേരുന്നത്. ശബരിമലയിൽ തുല്യമായ 18 പടികളടങ്ങിയ ഒരു 18-ാം പടി സങ്കല്പം. ഈ പടിക്കെട്ടുകൾ കയറി 18 പടികളും താണ്ടി എത്തിച്ചേരുന്നത് പൂർണ്ണ പുഷ്കല സമേതനായ ധർമ്മശാസ്താവിൻ്റെ മുൻപിലേക്കാണ്. ധർമ്മശാസ്താവിനോടൊപ്പം തന്നെ തുല്യ പ്രാധാന്യത്തിൽ ശിവപ്രതിഷ്ഠയെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. ഈ ക്ഷേത്രത്തിന് മുകളിലെത്തിക്കഴിഞ്ഞാൽ കൊട്ടാരക്കരയുടെ ഒരു 360 വ്യൂ നമുക്ക് ദൃശ്യമാവുന്നതാണ്. ഞങ്ങൾക്കറിയാവുന്ന ഈ ക്ഷേത്രത്തിലെ വിശേഷങ്ങളെല്ലാം നിങ്ങളുമായി പങ്കുവച്ചു. ഇനിയും വിശേഷങ്ങളുമായി ഞങ്ങൾ തിരിച്ചു വരാം. കൊട്ടാരക്കരയിലേക്ക് ദർശനത്തിന് പോകുന്ന നിങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങുകയാണെങ്കിൽ ഈ ക്ഷേത്രവും ദർശിച്ച് കൊട്ടാരക്കരയിലേക്ക് മടങ്ങാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.